സുഡിയോ ബഹിഷ്കരണം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രത്യേകിച്ചും ഇന്ത്യയിലെ ന്യൂജൻ പിള്ളേർക്കിടയിൽ ട്രെൻഡിംഗ് ആയി മാറിയ ഒരു ക്ലോത്തിംഗ് ബ്രാൻഡാണ് സുഡിയോ. ഇന്ത്യയിൽ ഏകദേശം 885 ഔട്ട്ലെറ്റ്സ് ഉള്ള സുഡിയോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അവരുടെ റീസണബിൾ പ്രൈസ് ആണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന വലിയ പെരുന്നാൾ സമയത്ത് സുഡിയോ ബഹിഷ്കരിക്കാൻ ആഹ്വാനവുമായി ഒരു പ്രത്യേക വിഭാഗം പ്രതിഷേധവുമായി വന്നു. പലസ്തീനിൽ നടക്കുന്ന വംശഹത്യയ്ക്ക് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ടാറ്റ ഗ്രൂപ്പിന്റെ സുഡിയോയെ ബഹിഷ്കരിക്കാനായിരുന്നു ആഹ്വാനം. ഈ വാർത്ത വലിയ രീതിയിൽ പ്രക്ഷോഭം ഉയരുകയും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സുഡിയോയുടെ അധികൃതരോ ടാറ്റയുടെ റെപ്രസെന്റേറ്റീവ്സോ ഈ ഒരു വിഷയത്തെ പറ്റി പരസ്യമായ മറുപടി നൽകുകയോ ഈ വിഷയം ആളിക്കത്തിക്കുകയോ ചെയ്തിരുന്നു. രാഷ്ട്രീയപരമോ മതപരമായ കാര്യങ്ങളെ മാറ്റി നിർത്തിയാൽ ഒരു ബിസിനസ് ഗ്രൂപ്പ് എന്ന നിലയിൽ സുഡിയോ എടുത്ത ന്യൂട്രൽ സ്റ്റാൻഡ് അവരുടെ സിറ്റുവേഷനെ മോശമാക്കിയില്ല എന്ന് മാത്രമല്ല മീഡിയ അറ്റൻഷനെ ഉപയോഗപ്രദമാക്കുകയും ചെയ്തു. ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സും നെഗറ്റീവ് ഇമ്പാക്ട്സിനായി പോസിബിലിറ്റി ഒരുക്കുകയും ചില സമയം നമ്മൾ അവയോട് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ചില സമയം നമ്മൾ അത് സംയമനത്തോടെ ഹാൻഡിൽ ചെയ്യുകയോ വേണ്ടിവരും.